ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ശനിമാറ്റത്തെ പറ്റിയാണ്. ഈ 2025 മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറി. ഈ രാശിമാറ്റം മൂലം 7.5 ശനി വരുന്ന നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 7.5 ശനി ജാതകത്തിൽ ശനി കൂടാതെ ഗോചരപരമായിട്ട് 7.5 ശനി, കണ്ടകശനി, ജന്മശനി, അഷ്ടമശനി ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പം അതിൽ 7.5 ശനിയെ പറ്റിയാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. ഇപ്പം 2025 മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ശനി മീനൻ രാശിയിലെത്തിയാൽ ചിലരുടെ 7.5 ശനി മാറുകയും ചില നക്ഷത്രക്കാർക്ക് 7.5 ശനി തുടങ്ങുകയും ചെയ്യും. ശനിയുടെ രാശിമാറ്റം മൂലം ചിലവർക്ക് 7.5 ശനി മാറും, ചിലവർക്ക് 7.5 ശനി തുടങ്ങും. അപ്പം ഈ 7.5 ശനി തുടങ്ങുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുംഭൻ രാശിയിലെ നക്ഷത്രങ്ങളായ അവിട്ടം, മര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. മീനൻ രാശിയിലെ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. അപ്പൊ കുംഭൻ രാശിയിലെ നക്ഷത്രങ്ങളായ അവിട്ടം, മര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. മീനൻ രാശിയിലെ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങളുടെ ഇപ്പോഴുള്ള 7.5 ശനി തുടരുകയും പുതിയതായി മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക, കാലി ഈ നക്ഷത്രങ്ങൾക്ക് 7.5 ശനി വരികയും ചെയ്യും. അപ്പം നിലവിലുള്ള ചില നക്ഷത്രക്കാർക്ക് 7.5 ശനി തുടരുകയും പുതിയതായി മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക, കാലി ഈ നക്ഷത്രക്കാർക്ക് 7.5 ശനി തുടങ്ങുകയും ചെയ്യുന്നു. എന്താണ് ഈ 7.5 ശനിയുടെ ഫലം? എന്തൊക്കെയാണ്? വാക്ക് തർക്കങ്ങൾ ഉറപ്പാണ്. വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും. അടിപിടി, വസ്തുതർക്കം, പോലീസ് സ്റ്റേഷൻ, കോടതി ഇതെല്ലാമായിട്ടൊക്കെ കാര്യങ്ങൾ വന്നു ഭവിക്കും. സ്ഥാനചലനങ്ങൾ ഉണ്ടാവും. സ്ഥാനമാനങ്ങൾ തെറിക്കും. ചിലവർക്ക് ജോലി തന്നെ ഇല്ലാണ്ടായിന്ന് വരും. സ്വജനങ്ങളുടെ വിരോധം ഉണ്ടാവും. സ്വജന വിരോധം ഉണ്ടാവും. ശത്രുക്കളുടെ പീഡകൾ ഉണ്ടാവും. ശത്രുദോഷം ഉണ്ടാകും. സ്വദേശം വിട്ട് മാറി താമസിക്കാനൊക്കെ ഇടവരും. സ്വദേശത്ത് നിന്ന് മാറി താമസിക്കാനൊക്കെ ഇടവരും. ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടായിന്ന് വരും. നല്ല സംസർഗം ഉള്ള ആൾക്കാരൊന്നും ഉണ്ടായിന്ന് വരില്ല. ചില ചീത്ത സംസർഗത്തിലൊക്കെ ചെന്നുപെടും. വാദസംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിന്ന് വരും. ഞരമ്പ് സംബന്ധമായ അസുഖം, പ്രത്യേകിച്ച് കാലുവേദന, കാൽമുട്ടുവേദന, മുട്ടിന് കിഴിപ്പോട്ട് വേദന ഇതെല്ലാം ഈ 7.5 ശനിക്കാർക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. ഇപ്പം മനസ്സമാധാനം ഉണ്ടായിന്ന് വരില്ല. മനസ്സമാധാനം കുറയും. പല വിധത്തിലുള്ള പീഡാനുഭവങ്ങൾ ഇവർക്ക് ഏർക്കേണ്ടി വരും. അതിനുള്ള തടസ്സങ്ങൾ മാറാൻ എന്താണ് ചെയ്യേണ്ടത്? വഴിപാടെന്താണ്? ശനീശ്വരനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം. ശനീശ്വര പ്രീതി നേടണം. ശനിയാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ച വ്രതം എടുക്കുന്നതാണ്. ശാസ്താവിന് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്, നീരാഞ്ജനം കത്തിക്കുന്നത്, ഇതെല്ലാം നീരാഞ്ജനം, എള്ളുതിരി കത്തിക്കൽ, ശനീശ്വര മന്ത്രം ചൊല്ലൽ ഇതെല്ലാം ശനീശ്വരന് പ്രീതികരമാണ്. എന്നാൽ ശനീശ്വരന് പ്രീതികരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ദാനധർമ്മങ്ങളാണ്. ദാനധർമ്മങ്ങളിലൂടെ ശനീശ്വര പ്രീതി നേടാം. അതായത് വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ മുടന്തന്മാർക്കോ അംഗവൈകല്യമുള്ളവർക്കോ ഒക്കെ നിങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്ത് ശനീശ്വരൻ്റെ പ്രീതി നേടാം. കാരണം ഇവർക്കൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്താൽ ശനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്.
അപ്പോൾ അത് കൂടാതെ ഏഴര ശനി ദോഷം മാറുന്നതിന് വേണ്ടി, ഏഴര ശനി ദോഷം മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം കൂടി മാറുന്നതിന് വേണ്ടി ഇവരുടെ ജനിച്ച പക്കപ്പിറന്നാളിന്, അതായത് ജനിച്ച നക്ഷത്രത്തിൽ, ഓരോ മാസത്തിലും വരുന്ന നക്ഷത്രത്തിൽ ഇവർക്ക് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ ശനിക്ക് മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ, ശനിദോഷം മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളും ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. അപ്പോൾ നവഗ്രഹ ദോഷശാന്തി പൂജ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ശനിയുടെ ദോഷാനുഭവത്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.